പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. യുദ്ധം ഭീകരമാകുകയാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതവും ദുരിതത്തിലാകുന്നു. ഇങ്ങ് അകലെ കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അടുക്കളയെ യുദ്ധം ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശങ്ങളിൽ താമസിക്കാൻ ഇടവരുന്ന നിർഭാഗ്യവാന്മാരായ മനുഷ്യരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ഏത് സമയത്തും മിസൈലുകളും ബോംബുകളും വെടിയൊച്ചകളും, വല്ലാത്ത ഒരു ദുരിതമാണ് യുദ്ധം. ആഗോളമായ ചെറു ചലനങ്ങൾ പോലും ഇന്ന് നമ്മെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 70% ഹോട്ടലുകൾ അടച്ചിടുന്നു. ഗ്യാസ് സിലിണ്ടർ ലഭ്യമല്ല. അതേപോലെ തന്നെ വീടുകളിലെയും പാചകം പരിഭ്രാന്തിയിലായിരിക്കുന്നു. പക്ഷെ പ്രകൃതി ജീവനം പാലിക്കുന്നവർക്ക് ഇതത്ര വലിയ ഒരു ക്രൈസിസ് അല്ല. കാരണം അല്ലെങ്കിൽ തന്നെ ഒരു നേരം 2 നേരം വേവിക്കാത്ത ഭക്ഷണം, പഴങ്ങളുടെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികൾ, അതല്ല എങ്കിൽ ഒരു കരിക്ക്, അതുമല്ല എങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, വെവ്വേറെയായിട്ടും ഇതെല്ലാം ചേർത്തും ഒക്കെ കഴിച്ചാൽ മതിയാകുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ശരീരങ്ങളാണ് പ്രകൃതി രീതികൾ പാലിക്കുന്ന ശരീരങ്ങൾ. അതുകൊണ്ട് കുക്കിംഗ് ഗ്യാസിൻ്റെ ദൗർലഭ്യത്തെക്കുറിച്ച് വലിയ തലവേദനയൊന്നും പ്രകൃതി ചെയ്യുന്നവർക്കില്ല. മറ്റുള്ളവരും ഇതിനെ ഒരു സുവർണാവസരമായി കണ്ട് വീടുകളിൽ വേവിക്കാത്ത ഭക്ഷണം കഴിയുന്നത്ര കഴിക്കാനുള്ള ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. അതാണ് ആരോഗ്യകരം, അതാണ് രോഗങ്ങളെ മാറ്റാൻ സഹായിക്കുന്നത്, അത് തന്നെയാണ് രോഗങ്ങളില്ലാതെ ജീവിക്കാനും ഏറ്റവും സഹായകമാകുന്നത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം മാറ്റിയത് കൊണ്ട് മാത്രം എല്ലാ രോഗങ്ങളും മാറണമെന്നില്ല. കുറച്ച് സഹായങ്ങൾ, പ്രകൃതി രീതികൾ കൂടെ ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടാകും. എന്നിരുന്നാലും ഇന്ന് കണ്ടുവരുന്ന നല്ലൊരു ശതമാനം രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ വേവിക്കാത്ത ഭക്ഷണത്തിന് സാധിക്കും. ഞാനിത് പറയുന്നത് കൊണ്ട് നല്ലൊരു ശതമാനം ചികിത്സകർക്കും എന്നോട് ദേഷ്യമാണ്. കാരണം രോഗികളെ മൊത്തം ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് കിട്ടണം, ഞങ്ങളുടെ ചികിത്സാലയത്തിലേക്ക് കിട്ടണം എന്ന നിർബന്ധവും വാശിയുമാണ് എല്ലാ വിഭാഗം ചികിത്സകർക്കും ഉള്ളത്. പ്രകൃതി ചികിത്സകർക്കാണെങ്കിലും പേഷ്യൻ്റ് ഇല്ല എങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല. എൻ്റെ കാര്യത്തിലും അത് ശരിയാണെങ്കിലും ഞാൻ അതിനെ വകവയ്ക്കുന്നില്ല. കാരണം ജനങ്ങളുടെ നിസ്സഹായതയെ, അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് അവരെ ചതിച്ചുകൊണ്ട് ചികിത്സിച്ച് ജീവിക്കാൻ എനിക്കത്ര താല്പര്യമൊന്നുമില്ല. എനിക്ക് രോഗികളില്ലാതെയാകുന്ന ഒരു സമൂഹമാണ് സ്വപ്നമായിട്ടുള്ളത്. എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ അധ്വാനം മുഴുവൻ നടത്തുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ, അതിപ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്നവരും എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവരും കൺസൾട്ടേഷന് വരുന്നവരും നല്ലൊരു ശതമാനവും രോഗങ്ങൾ അവർ തന്നെ മാറ്റിയെടുത്ത് സുഖമായി ജീവിക്കുന്നവരാണ്. എത്രയോ ഫോൺ കോളുകളാണ് എനിക്ക് ദിവസവും കിട്ടുന്നത്. സാറിൻ്റെ യൂട്യൂബിൽ പറയണത് പോലെ സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിയെടുത്തു, കുടുംബത്തിനിപ്പോൾ അസുഖങ്ങളില്ല, ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, സാറിനെ കാണാൻ ഒരു ദിവസം വരുന്നവരും ധാരാളമുണ്ട്. എൻ്റെ സന്തോഷം അതൊക്കെയാണ്. നേച്ചർ ലൈഫിൽ വന്ന് ഏതാനും ദിവസം തങ്ങുന്നവരെയാണെങ്കിൽ നേച്ചർ ലൈഫിലെ ഡോക്ടർമാർ പഠിപ്പിച്ചാണ് വിടുന്നത്. ദിവസവും ക്ലാസ് എടുത്ത് രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ്, മാറ്റേണ്ടത് എങ്ങനെയാണ്, രോഗം വരാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് തുറന്നു പഠിപ്പിക്കുകയാണ്. ഒരു രഹസ്യവും ഇവിടെയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതൊന്നും നേച്ചർ ലൈഫിൽ ചെയ്യില്ല. നിങ്ങൾക്ക് വീട്ടിൽ ചെന്നാൽ തുടരാൻ പറ്റാത്തതും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമാണ് നല്ലൊരു ശതമാനം പേഷ്യൻസും ഞങ്ങളുടെ അടുത്ത് വരേണ്ടത്. തിരികെ പോകുമ്പോൾ എഴുതി വച്ചിട്ടുണ്ട്, നന്ദി, വീണ്ടും വരരുത്.
ജീവിത നിയമങ്ങൾ തെറ്റിച്ച് രോഗികളായി മറ്റൊരിടത്തും പോവരുത്, ഇങ്ങോട്ടും വരരുത്. പിന്നെ കിഡ്നിയുടെ തകരാറുള്ളവർ, കരളിന് ഗുരുതരമായ തകരാറ് പറ്റിയവർ, ബ്ലോക്കുകൾ കൂടുതലുള്ളവർ, ക്യാൻസർ പിടിച്ചവർ, അങ്ങനെയുള്ളവരെ ചികിത്സിക്കുമ്പോഴാണ് അവർ ഇടയ്ക്കിടെ വരണം അല്ലെങ്കിൽ വന്നോളൂ എന്ന ഒരനുവാദം നമ്മൾ നൽകുന്നത്. പിന്നെ സഹായിക്കാനും ധാരാളം പേരുണ്ട്. അറിഞ്ഞു തന്നെ, ചോദിക്കാതെ തന്നെ സഹായങ്ങൾ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്ന് താല്പര്യമുള്ളവർ. അപ്പം അതുകൊണ്ട് എനിക്കതിൽ വേവലാതിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എൻ്റെ കൂടെയുള്ള സ്റ്റാഫാണെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. അവർക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ഉൽപാദനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിലും എനിക്കൊരു വേവലാതിയില്ല. അപ്പോൾ വേവിക്കാത്തൊരു ഭക്ഷണം ഇതിനു മുമ്പ് കോവിഡിൻ്റെ സമയത്ത് കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടന്നപ്പോൾ കേരളീയർ അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യർ വേലിയിലെ വേലിച്ചീര കറിയാക്കാൻ തുടങ്ങി. ചക്കയുടെ മടല് സഹിതം, ചക്കക്കുരു സഹിതം കറിയാക്കാൻ തുടങ്ങി. നിരവധി ആളുകൾ ഈ തൊഴിലിന് ഇങ്ങനെ പോയി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതം, ആഫ്റ്റർ ഓൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, ഇതല്ലേ വേണ്ടൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ധാരാളം പേർ അവരുടെ ദുരിതമാർന്ന തൊഴിലുകൾ നിർത്തി 1-2 മണിക്കൂർ അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്ത് തൊഴിലെടുത്ത് എന്തിനീ നരകയാതന എന്ന് മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ കാലത്തെ എഴുന്നേൽക്കുമ്പോൾ നല്ല പച്ചവെള്ളം കുടിച്ചു നോക്ക്. ആദ്യത്തെ 3-4 ദിവസം ഒരു പ്രയാസം ഉണ്ടാകും. പിന്നെ ഇത് ഏറ്റവും സുഖമുള്ളൊരു കാര്യമാണ്. സുഖശോധന, കണ്ണുകൾ തെളിയും, രക്തശുദ്ധി വരും, കരൾ ശുദ്ധമാകാൻ സഹായകമാകും, അസിഡിറ്റി മാറും. നിരവധിയായ തകരാറുകളാണ്. കാലത്തെ എഴുന്നേറ്റയുടൻ ക്ലോറിൻ ഇല്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ക്ലോറിൻ വെള്ളം മാത്രമുള്ളവരാണെങ്കിലോ അവർ 3 ദിവസം വെയിൽ കൊള്ളിച്ചാൽ വെള്ളത്തിലെ ക്ലോറിൻ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊള്ളും. അത് വെള്ള ചില്ലുകുപ്പിയിൽ വാവട്ടം കുറഞ്ഞത് തുറന്ന് ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ മതി. അത് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ക്ലോറിൻ വെള്ളം തിളപ്പിക്കണം. തുറന്നു വെച്ച് തിളപ്പിച്ച് ക്ലോറിനെല്ലാം കളഞ്ഞ് ഉപയോഗിക്കണം. അതുമല്ലാത്തവർ മാത്രം ഫിൽറ്ററുകളെ ആശ്രയിക്കാം. രാവിലെ 8 മണിക്ക് ഏറ്റവും നല്ലത് പഴങ്ങൾ തന്നെയാണ്. ഭക്ഷണം പ്രകൃതി രീതിയിൽ പാചകം ചെയ്യുമ്പോൾ പോലും കുറഞ്ഞ അളവിലുള്ള ഗ്യാസേ ആവശ്യമാകുന്നുള്ളൂ. കാരണം നമ്മൾ അധികം വേവിച്ച് കുഴയ്ക്കാൻ പാടില്ല. പച്ചക്കറികളുടെ തനത് രുചി പോവാത്ത രീതിയിലുള്ള വേവിക്കലേ പാടുള്ളൂ. അതേപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി മാത്രം, അരിയായാലും മറ്റ് ആഹാര സാധനങ്ങളാണെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി വേവിക്കുകയാണെങ്കിൽ 30-40% വരെ ഊർജം നമുക്ക് ലാഭിക്കാൻ സാധിക്കും കുറഞ്ഞ ഫ്ലെയിമിൽ. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പട്ടിക്കാട് നേച്ചർ ലൈഫിൽ നിന്ന് ഡോക്ടർ സന്ധ്യ വിളിച്ചു. അപ്പോൾ അവിടെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ വിഷമം പറഞ്ഞു. പക്ഷേ മണ്ണിൻ്റെ അടുപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നു. മണ്ണടുപ്പ്, അത് ഈ ചട്ടികളൊക്കെ, കലവും ചട്ടിയൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ കിട്ടും. അതിലേക്ക് പാചകം മാറ്റി വിറക് വെച്ച് കത്തിക്കാൻ തുടങ്ങി. രുചിക്ക് നല്ല വ്യത്യാസം എന്നാണ് പറയുന്നത്. വളരെ ശരിയാണ്. മൺപാത്രത്തിൽ വിറകടുപ്പിൽ ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങിയാൽ ആ ആഹാരത്തിൻ്റെ രുചി വളരെ വ്യത്യാസമുള്ളതാകും, നല്ലതാകും. അതേപോലെ തന്നെ പോഷക ഗുണവും കൂടും. അതേപോലെ തന്നെ സോളാറിലേക്ക് നീങ്ങുക. ഊർജ രംഗത്ത് ഒരു വലിയ സ്വാശ്രയത്വം കൂടിയാണ് നമുക്കത്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പുറകെ, അവരുടെ മീറ്റർ റീഡിങ്ങിൻ്റെ എല്ലാം പുറകെ നടക്കേണ്ട കാര്യമില്ല.
അവർക്ക് സർചാർജ്, ആ ചാർജ്, ഈ ചാർജ്, അങ്ങനെ മുടിയേണ്ട കാര്യമില്ല. ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. സോളാറിലേക്ക് മാറുക, അതിനുള്ള ഒരവസരം കൂടിയായി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. സോളാറിലേക്ക് മാറിയാൽ പാചകം മാത്രമല്ല, വീട്ടിലെ വൈദ്യുതിയുടെ മറ്റുപയോഗങ്ങളും നമുക്കതിലേക്ക് മാറ്റാൻ സാധിക്കും. വൈദ്യുത കാർ എടുത്തിട്ടുള്ള ആളുകൾക്ക് സോളാർ ഒരു അനുഗ്രഹമാണ്. ഗോബർ ഗ്യാസ് ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്. ഓരോ വീട്ടിലും ഓരോ ബയോഗ്യാസ് യൂണിറ്റുകൾ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ തിരുവനന്തപുരം ഉറിയാക്കോട് വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള നെടിയവിളയിലുള്ള നേച്ചർ ലൈഫിൽ ബയോഗ്യാസ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊല്ലം ആശ്രാമം മൈതാനത്തിന് കിഴക്ക് വശത്ത് ആയുർവേദ കോംപ്ലക്സിലുള്ള നേച്ചർ ലൈഫ് റെസ്റ്റോറൻറ്റിൽ വിറകടുപ്പ്, അത് പുതിയ രീതിയിലുള്ള വിറകടുപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്പം ഇലക്ട്രിസിറ്റി കൂടി അതിന് വേണ്ടതുണ്ട്, എന്നാലും ഭംഗിയായി തന്നെ വിറകടുപ്പിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധി ഭവനുള്ളിലുള്ള അരുവി പ്രകൃതി ഹോട്ടല് അല്പം വിറകിൽ തന്നെയുള്ള പാചകങ്ങളുമായി പിടിച്ചു നിൽക്കുന്നു. ഏതായാലും LPG കുക്കിംഗ് ഗ്യാസിനുള്ള ക്ഷാമം അത് ഒരു നല്ല കാര്യമാണ്. ഒരു വശത്തൂടെ നോക്കിയാൽ ഹോട്ടലുകൾ നല്ലൊരു ശതമാനവും അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം കൂടുകയാണ് ചെയ്യുക. അവരുടെ കാശ് അവരുടെ കീശ കിടക്കുകയും ചെയ്യും. നമ്മുടെ ഹോട്ടലുകൾ ആരോഗ്യകരമായ ഭക്ഷണ പാചകത്തിന് തയ്യാറാകാത്ത കാലത്തോളം ജനങ്ങളുടെ കാര്യം കഷ്ടമാണ്. അപ്പം ഇങ്ങനെ അടച്ചിടേണ്ടതായി വരുമ്പോഴൊക്കെ സന്തോഷിക്കാനേ നിവൃത്തിയുള്ളൂ. വീടുകളിലാണെങ്കിലും പാചകം കുറയുന്നത്, പാചകം വിറകിലാകുന്നത്, ബയോഗ്യാസിലാകുന്നതും അല്പമൊക്കെ ഇലക്ട്രിസിറ്റിയുടെ മാർഗങ്ങളിലാകുന്നതും പാചകം കുറയാനായിട്ട് ഇടയാക്കുകയാണ് ചെയ്യുക. യുദ്ധം അതിഭീകരമാണ്. നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ കൃത്രിമമാക്കി കളഞ്ഞു. സ്വാഭാവികമായി നാം ജീവിച്ചിരുന്ന കാലത്ത് ട്രംപുരാൻ എന്ത് ചെയ്താലും നമുക്കൊരു വിഷയമല്ലായിരുന്നു. ഇപ്പോൾ ട്രംപുരാൻ ഒന്ന് തുമ്മിയാൽ, ട്രംപുരാൻ ഒരു ജലദോഷം പിടിച്ചാൽ നമ്മുടെ കാര്യം കഷ്ടമാകുന്ന രീതിയിലാണ് ആധുനിക അധികാര കേന്ദ്രീകൃത, സാമ്പത്തിക കേന്ദ്രീകൃത, വ്യവസായ കേന്ദ്രീകൃത ജീവിതങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് മഹാത്മാഗാന്ധി പ്രസക്തനാകുന്നത്. വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ആരുടെയും കൈകളിലെത്താതെ എങ്ങനെ അധികാരം ജനങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെതായ ഒരു ജീവിത രീതിക്ക് പ്രചാരം നൽകുകയും ചെയ്ത മഹാത്മാഗാന്ധി ഇത്തരത്തിലുള്ള സർവനാശ ഭീകരതയുടെ മുന്നിലാണ് പ്രസക്തനാകുന്നത്, കൂടുതൽ പ്രസക്തനാകുന്നത്. യുദ്ധം അങ്ങേയറ്റത്തെ ഗുണ്ടാ പ്രവർത്തനമാണ്, ഗുണ്ടായിസമാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള ഗുണ്ടായിസമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതയുമൊക്കെ സംസാരിച്ചു പരിഹരിക്കാൻ രാജ്യങ്ങൾ പഠിക്കണം, രാഷ്ട്രത്തലവന്മാർ പഠിക്കണം. പക്ഷേ ആയുധങ്ങൾ വിറ്റ് ആടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കാനുള്ള കുറുക്കന്മാർ നടക്കുന്നിടത്തോളം കാലം എങ്ങനെയാണ് ലോകത്ത് സമാധാനമുണ്ടാകുക? അവരുടെ ഏജന്റുമാരാണ് പലയിടത്തും പല രാജ്യങ്ങളിലും ഭരണാധികാരികളുമായിട്ട് വരുന്നത്. ഇനി ഒരു യുദ്ധം ചികിത്സാ മേഖലകൾക്ക്, മരുന്ന് കമ്പനികൾക്ക് നൽകുന്ന ലാഭം അതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ചിന്തിക്കാനാവാത്ത മരുന്ന് കച്ചവടമാണ്, ചികിത്സാ കച്ചവടമാണ് ചികിത്സാ മേഖലകൾക്കുണ്ടാകുന്നത്. ഓരോ മനുഷ്യന്റെ പരിക്കും ലക്ഷങ്ങളുടെ വരുമാനമാക്കി ആശുപത്രികൾ മാറ്റിയെടുക്കുന്നു. അവിടെ നിർഭാഗ്യവാന്മാരായ മനുഷ്യർക്ക് ജീവകാരുണ്യ സേവനം നൽകുന്നത് സേവനമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അത് സേവനമാണ്, ജനങ്ങളുടെ ഭാഗത്ത് സേവനമാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് ചാകര കൊയ്യലാണ്. എന്തായാലും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന
എല്ലാ മനുഷ്യരോടുമുള്ള, അതിൽ അകാല മരണം അനുഭവിക്കുന്നവരോടുള്ള നമ്മുടെ സങ്കടം രേഖപ്പെടുത്തുക എന്നല്ലാതെ നമുക്കെന്താണ് ചെയ്യുക? പ്രാർത്ഥിക്കാം. മറ്റെന്താണ് ചെയ്യാനാകുക? നന്ദി, നമസ്കാരം.